അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഈ പ്രാവശ്യം വരുമെന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷ് ജാമാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ജാമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ജാമെന്ന് പറഞ്ഞാൽ നമ്മളെ കടയിലൊന്നും കിട്ടുന്ന ജാമല്ല, നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചാമ്പയ്ക്ക ജാമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ചാമ്പയ്ക്ക ജാമിന് ആവശ്യമായിട്ടുള്ള ഒരു വലിയ ബൗൾ ചാമ്പയ്ക്ക നമ്മളെടുത്തു. അത് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. ചാമ്പയ്ക്ക നല്ലോണം അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ പോവാണ്. ജാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ചൂടായ പാനിലേക്ക് ഈ ചാമ്പയ്ക്കയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് 10 മിനിറ്റ്സ് കുക്കാവണം, കാരണം ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാനായിട്ടാണ് 10 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യുക. അപ്പം നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇടാൻ പാടില്ല, കാരണം നമ്മൾ പഞ്ചസാര ഇടുന്നത് കൊണ്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് അതേ അളവിന് തന്നെ, ചാമ്പയ്ക്കയുടെ സെയിം അളവിന് തന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ചാമ്പയ്ക്കയ്ക്ക് മധുരം കുറവായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു സെയിം അളവിന് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ചാമ്പയ്ക്കയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയും ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ടു. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു 3/4 മണിക്കൂർ നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. ഇത് നല്ലോണം, കാരണം ആ ജാമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരണം, അതുവരെ കുക്ക് ചെയ്യണം. ഇതിപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലോണം അലിഞ്ഞിട്ടുണ്ട്, ആ പേസ്റ്റിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നു. ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത് ഇച്ചിരി പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. ഓക്കെ, നമ്മുടെ ജാമിൻ്റെ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ജാം മാറ്റാം. ഇത് തണുത്ത ശേഷം, ഈ ഒരു പരുവാണ്, തണുത്ത ശേഷം നമ്മൾ കുപ്പിലോ എന്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ അടച്ചു വെക്കുക. ബ്രെഡിൻ്റെ കൂടെ കഴിച്ച് നോക്കൂ, അടിപൊളി അപാര ടേസ്റ്റാണ്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ കൂടെ ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ മറക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.